ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 45. ഇവിടെ വമാ അന മിനൽ മുശ്രിക്കീൻ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറയാണ്, ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല എന്ന്. ഹാദിഹി ബറാഅത്തും മിനർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുശ്രിക്കീൻ, ഇത് മുശ്രിക്കുകളിൽ നിന്ന് ഒഴിവായവനാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വ്യക്തമാക്കുന്നതാണ്. കമാ തബറഅ മിൻഹും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം ഖലീലുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം സത്യനിഷേധികളായ ബഹുദൈവാരാധകരിൽ നിന്ന് മുക്തനായതുപോലെ, അവരിൽ നിന്ന് ഒഴിവായതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന് ഭക്ത്യാദരവുള്ള ഒരു ഉത്തമ മാതൃകാപുരുഷൻ ആയിരുന്നു, ഋജുമാനസനായിരുന്നു, ഹനീഫായിരുന്നു. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവൻ ആയിരുന്നില്ല എന്ന്. മറ്റൊരായത്തിൽ ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. പിന്നീട് ഔഹൈന ഇലൈക, താങ്കളിലേക്ക് നാം വഹി ദിവ്യബോധനം നൽകി, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. അനിത്തബിഅ, താങ്കൾ പിൻപറ്റണമെന്ന്, മില്ലത്ത ഇബ്രാഹിമ, ഇബ്രാഹിമി മാർഗം, ഇബ്രാഹിമി മില്ലത്ത്, ഹനീഫൻ ഋജുമാനസനായ അവസ്ഥയിൽ, വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവൻ ആയിരുന്നില്ല. ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. ഫഫീഹി, അപ്പോൾ അതിലുണ്ട് അൽ ബറാഅത്തു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽ നിന്ന് ഒഴിവാകുക എന്നതുണ്ട്. യാനി ഉദ്ദേശിക്കുന്നത് ഖത്ഉൽ മഹബ്ബത്തി വൽ മവദ്ദത്തി വൽ മുനാസറത്തി ബൈനക വ ബൈനൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾ മുശ്രിക്കുകൾക്കും താങ്കൾക്കുമിടയിലുള്ള ആദർശപരമായിട്ടുള്ള മഹബ്ബത്ത്, അതേപോലെ സ്നേഹം, പരസ്പര സഹായം എന്നത് അത് മുറിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ മുസ്ലിങ്ങളെ സ്നേഹിക്കാനേ പാടില്ല എന്നതല്ല. ഇവിടെ ഇസ്ലാമിനോട് ശത്രുതാ മനോഭാവം പുലർത്തുന്ന, മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, അവരോട് യുദ്ധം ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഏത് വിഭാഗം മുശ്രിക്കുകളാണെങ്കിലും ബഹുദൈവാരാധനയിൽ ആദർശപരമായിട്ട് അവരോട് സഹകരണം പാടില്ല എന്നുണ്ട്. അതേപോലെ ആദർശപരമായിട്ടുള്ള സ്നേഹം സത്യവിശ്വാസികൾക്കിടയിൽ മാത്രമായിരിക്കും. ലിഅന്നഹും, കാരണം നിശ്ചയം അവർ അഅദാഉല്ലാഹി, അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്, വ അഅദാ റസൂലിഹി, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുമാണ്. ഫലാ യജൂസു ലക, അപ്പോൾ താങ്കൾക്ക് അനുവദനീയമല്ല, അൻ തവദ്ദഹും ബിഖൽബിക ഔ തുനാസിറഹും ഔ തുദാഫിഅ അൻഹും, നേരത്തെ പറഞ്ഞതന്നെ. എന്നിട്ട് ഒരു ആയത്ത് പറയുന്നു, قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده قد كانت لكم, നിശ്ചയം നിങ്ങൾക്ക് ഉണ്ട്, ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃകയുണ്ട്, ഫി ഇബ്രാഹിമ, ഇബ്രാഹിം അലൈഹിസ്സലാമയിൽ, ഇബ്രാഹിം നബിയിൽ, വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പം ഉള്ളവരിലും, അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ, ഇത് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, ലിഖൗമിഹിം, അവരുടെ ജനതയോട്, ഇന്നാ ബുറാഉ മിൻകും, നിശ്ചയം ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത്, ആരാധന അർപ്പിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങൾ ഒഴിവാണ്. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളിൽ അവിശ്വസിച്ചിരിക്കുന്നു, വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാഉ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ അദാവത്ത്, ശത്രുത, ബഗ്ദാ, വിദ്വേഷവും വെളിപ്പെട്ടിരിക്കുന്നു. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദഹ്, നിങ്ങൾ അവനിൽ മാത്രം
വിശ്വസിക്കുന്നത് വരെ, അതായത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ആക്കുന്നത് വരെ, തൗഹീദ് അംഗീകരിക്കുന്നത് വരെ എന്നർത്ഥം. അപ്പോൾ ഇവിടെയും ഇബ്രാഹിം അലൈഹിസ്സലാം ആദ്യം സാധ്യമായ വിധത്തിലൊക്കെ അവർക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമയെ തീക്കുണ്ടാരത്തിൽ ഇട്ട് വധിക്കാനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ തീക്കുണ്ടാരത്തിലിടുകയും ചെയ്തു. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അപ്പം അങ്ങനെ ഇസ്ലാമിനോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നവരുമായി യാതൊരു തരത്തിലുള്ള സ്നേഹബന്ധവും പാടില്ല എന്നത് വ്യക്തമാണല്ലോ. മറ്റൊരായത്ത്, لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم. لا تجدوا താങ്കൾക്ക് കാണാൻ പറ്റില്ല ഖൗമൻ ഒരു സമൂഹത്തെ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സമൂഹം യുവാദൂന അവർ സ്നേഹിക്കുന്നവരായിട്ട് മൻ ഹാദ്ദ അല്ലാഹ വ റസൂല അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും യുദ്ധം ചെയ്തവരുമായിട്ട്, അവനോട് അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് യുദ്ധം ചെയ്യൽ തന്നെ. അപ്പോൾ ഇസ്ലാമിനെ ശത്രുവായിട്ട് മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന ഹർബിയായിട്ടുള്ള കാഫിറുകൾ, അവരോട് സ്നേഹബന്ധം പുലർത്തുക എന്നത് സത്യവിശ്വാസികൾക്ക് യോജിച്ചതല്ല. വലൗകാനു ആബാഅഹും, അത് ഇനി അവരുടെ പിതാക്കൾ തന്നെയാണെങ്കിലും, ചിലപ്പോൾ പിതാവ് മുശ്രിക്കായിരിക്കാം, ശത്രുപക്ഷത്തായിരിക്കാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പല സഹാബാക്കളുടെയും പിതാക്കന്മാർ ഒക്കെ, അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾ മറുപക്ഷത്ത് ആയിരുന്നു യുദ്ധാവസരങ്ങളിൽ പോലും. ഔ അബ്നാഅഹും, അല്ലെങ്കിൽ അവരുടെ പുത്രന്മാരാണെങ്കിലും സന്തതികളാണെങ്കിലും, ഔ ഇഖ്വാനഹും, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരാണെങ്കിലും ബന്ധുക്കൾ, ഔ അശീറത്തഹും, അപ്പോൾ ആരാണെങ്കിലും. മറ്റൊരായത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വീ വഅദുവ്വകും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, വിശ്വാസികളായിട്ടുള്ളവരെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത് അല്ലെങ്കിൽ ആക്കരുത്, അദുവി എൻ്റെ ശത്രുവിനെ, വഅദുവ്വക്കും നിങ്ങളുടെ ശത്രുവിനെയും, ഔലിയ മിത്രങ്ങളാക്കരുത്, തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദത്തി, അവർക്ക് നിങ്ങൾ സ്നേഹം, മവദ്ദത്ത് അവരിലേക്ക് നിക്ഷേപിക്കരുത്, അല്ലെങ്കിൽ അവരിലേക്ക് ഇടരുത്, അവരെ സ്നേഹിക്കരുത് എന്നർത്ഥം. ആരെ? ഇവിടെയും എന്താണ്? എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കൾ എന്നാണ്. അവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. കാരണം അവർ ചാരപ്രവർത്തനം നടത്തിയേക്കാം, മുസ്ലിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയേക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ആയത്ത് സൂറത്ത് അൽ മുംതഹനയിൽ ഉള്ള ആയത്താണ്. ഇത് സംബന്ധിച്ച് ഉള്ള പശ്ചാത്തലം പറയുന്നത്, ഈ ആയത്ത് അവതരിപ്പിക്കുന്ന പശ്ചാത്തലം അതിൽ കാണാം. ഹാത്തിബ് റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കിയ ഫത്ഹ് മക്ക യാത്രയിൽ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് പോകുമ്പോൾ ആ വിവരം അദ്ദേഹം ഒരു സ്ത്രീ വശം രഹസ്യമായിട്ട് മക്കയിലുള്ള ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു രഹസ്യമായ കത്ത് കൊടുത്തയച്ചു. എന്നാൽ വഹി മുഖേന, ദിവ്യബോധനം മുഖേന അള്ളാഹു അറിയിച്ചിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം അറിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെയും മറ്റു ചിലരെയൊക്കെ ഏർപ്പാടാക്കി. ആ സ്ത്രീ ഇന്ന ഒരു ഭാഗത്തുണ്ട്, തോട്ടത്തിലുണ്ട്. അപ്പോൾ ആ സ്ത്രീയെ കണ്ടുപിടിച്ച് ആ കത്ത് തിരികെ വാങ്ങിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ചട്ടം കെട്ടി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ സമീപിച്ചപ്പോൾ അവർ ആദ്യം നിഷേധിച്ചെങ്കിലും ഭീഷണിപ്പെടുത്തിയപ്പോൾ പിന്നീട് വഴങ്ങി എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ മുടിക്കെട്ടിൽ നിന്ന് അവർ ആ സ്ത്രീ ആ കത്ത് പുറത്തെടുത്ത് കൊടുത്തു. അപ്പോൾ ഈ രഹസ്യം വെളിച്ചത്തായി. അങ്ങനെ ഈ കത്ത് കൊടുത്തു വിട്ട സഹാബിയെ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുഹാജിറുകളായിട്ടുള്ള പല ആളുകൾക്കും സഹാബാക്കൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ടവർക്ക് തന്നെ അവിടെ മക്കയിൽ അവിടെ അവരുടെ കൂട്ടക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ട്, ആളുകളുണ്ട് സഹായിക്കാൻ. എൻ്റെ കുടുംബക്കാർ അവിടെയുണ്ട്, എന്നാൽ എൻ്റെ കുടുംബക്കാരെ സഹായിക്കാൻ അവിടെ ആരുമില്ല. അപ്പോൾ അവർക്കൊരു സഹായകമാവട്ടെ എന്ന നിലക്കാണ്
സൂക്ഷിച്ചോളണം എന്ന നിലക്ക് ഞാൻ യഥാർത്ഥത്തിൽ ആ കത്ത് കൊടുത്തയച്ചത് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പല സഹാബാക്കൾക്കും അദ്ദേഹത്തോട് നീരസമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി, അദ്ദേഹത്തോട് മാപ്പാക്കി. മാത്രമല്ല ആ സ്വഹാബി ബദറിൽ പങ്കെടുത്തിയ സ്വഹാബി ആയിരുന്നു. അദ്ദേഹം ഒരു മഹാനായ സ്വഹാബിയായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയാ, സത്യവിശ്വാസികളെ നിങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ മിത്രങ്ങളാക്കരുത് എന്ന ഈ വചനം അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന, അടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അപ്പോൾ ഇനി അപ്രകാരം തന്നെ മറ്റൊരായത്ത്, അല്ലേ വിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ, അഹ്ലി കിതാബുകാരെ നിങ്ങൾ ആക്കരുത്, ഔലിയാ നിങ്ങളുടെ ഉറ്റ മിത്രങ്ങളാക്കരുത്, ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ പരസ്പരം മിത്രങ്ങളാണ്. അപ്പോൾ യഹൂദികളും നസ്വാറാക്കളും അഹ്ലി കിതാബുകാരും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ യുദ്ധം ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ശത്രുതാ മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നു. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ എന്ന് ഭാവിച്ചുകൊണ്ട് കപട വിശ്വാസികളായ ചിലരും അവരുടെ കൂടെ കൂടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് എന്ന് പറയാണ്. അതല്ലാതെ യഹൂദികളും നസാറാക്കളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല, മുആമലാത്തൊന്നും പാടില്ല, അവരുമായി ഇടപാട് പാടില്ല എന്നൊന്നും ഇതിനർത്ഥമില്ല. ഇപ്പോഴും ഇത് പ്രസക്തം തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ നമുക്കറിയാലോ ഫലസ്തീനിലൊക്കെ നടക്കുന്ന വിഷയങ്ങൾ, ഫലസ്തീനിൽ മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്തുക. ആ സമയത്തും ഇസ്രായേലുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടൊക്കെ ആവാം. എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഫലസ്തീനിലുള്ള കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള നിരപരാധികളെ നിഷ്കരണം കൊന്ന് തള്ളുമ്പോൾ അവർ നിരവധി പേർ ശുഹദാക്കളാകുമ്പോൾ, രക്തസാക്ഷികളാകുമ്പോൾ, ആ സമയത്ത് പോലും ഇസ്രായേലുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന പല അറബ് മുസ്ലിം രാജ്യങ്ങളുമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനെ പാടില്ല എന്ന് തന്നെയാണ്. വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും. അപ്പോൾ അവരെ ആരെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അവരിൽപ്പെട്ടവരാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, നിശ്ചയം അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അക്രമികളായ ജനങ്ങൾ. അപ്പോൾ അക്രമം കാണിക്കുന്ന സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ ഒരിക്കലും അവരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. അത് സത്യവിശ്വാസികൾക്ക് പ്രശ്നമുണ്ടാക്കും എന്നതാണ്. ഫഫി ഹാദാ ദലീലുൻ അലാ അന്നഹു യജിബുൽ ബറാഅതു മിനൽ മുശ്രിക്കീൻ. അപ്പോൾ ഇതിലെന്ത് തെളിവുണ്ട്? മുശ്രിക്കുകളിൽ നിന്ന് ഒഴിവാകൽ നിർബന്ധമാണ് എന്നത്. വഅന്ന മിൻ ഉസൂലി ദഅവതി ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിൽ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് അൽ ബറാഅതു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽ നിന്ന് ഒഴിവാകുക എന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം ഉണ്ടാകും, മുശ്രിക്കുകൾക്കിടയിലല്ല ദഅവത്ത് നടത്തുന്നുണ്ട്, പിന്നെ എങ്ങനെ അവരിൽ നിന്ന് ഒഴിവാകാം? അതാണ് പറയുന്നത്, അവർക്കുമായി നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുക തന്നെ വേണം, അവരോട് ബിർറ് വേണം. അത് വ്യക്തമായിട്ടും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരോട് നന്മ ചെയ്യണം. അയൽപക്കക്കാരാണെങ്കിൽ അയൽപക്കക്കാർ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നോക്കണം. മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും അയൽപക്കക്കാരൻ പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന വ്യക്തി യഥാർത്ഥ മുസ്ലിം അല്ല. അതേപോലെ അവർ രോഗിയായ സന്ദർശിക്കണം, അവൻ മരിച്ചാൽ സന്ദർശിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നല്ല നിലയിൽ തന്നെയാണ്, രഞ്ജിപ്പോടു കൂടി തന്നെയാണ് വർത്തിക്കേണ്ടത്. പക്ഷേ ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുകയും മുസ്ലിങ്ങൾക്കെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നവരെ വിശ്വാസത്തിലെടുത്ത് ഉറ്റമിത്രങ്ങളാക്കി അവരോടെല്ലാ രഹസ്യങ്ങളും പറഞ്ഞ് ആ രൂപത്തിലുള്ള ഒരു സമീപനം സത്യവിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അതാണ് ബറാത്ത്.
അമ്മദ്ദാഇയത്തുല്ലദീ ലാ യതബറഉ മിനൽ മുശ്രിക്കീൻ. അപ്പോൾ മുശ്രിക്കുകളിൽ നിന്ന് മുക്തനാവാത്ത ഒഴിവാകാത്ത ദാഇ ഫഹാദ ലൈസ ബി ദാഇയ, അവൻ യഥാർത്ഥ പ്രബോധകനല്ല. വലൈസ അലാ ത്വരീഖത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ അവൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലുമല്ല. വഇൻ സഅമ അൻ യദഉ അന്നഹു യദഉ ഇലല്ലാഹ്, അവൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് വാദിച്ചാൽ പോലും. വൽ കുഫ്റു ബിത്വാഗൂതി മുഖദ്ദമുൻ അലൽ ഈമാനി ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് മുൻഗണന വേണ്ടതാണെന്ത്? ത്വാഗൂത്തിലുള്ള കുഫ്ർ എന്നത്. അതായത് അള്ളാഹു അല്ലാത്തവർ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ, എന്തൊക്കെ അതിനെ നിഷേധിക്കുക എന്നത്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. ആരാണ് ബലിഷ്ഠമായിട്ടുള്ള കയർ പിടിച്ചിട്ടുള്ളത്? ഫമൻ യക്ഫുർ ബിത്വാഗൂതി, ത്വാഗൂത്തിനെ നിഷേധിക്കുകയും ചെയ്തു. ആര് നിഷേധിച്ചുവോ? വയുമിൻ ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തുവോ. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? താഗൂത്തിനെ വിശ്വസിക്കുക, നിഷേധിക്കുക. അള്ളാഹു അല്ലാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അതിനേക്ക് നിഷേധിക്കുക. ഫലാ ബുദ്ദ മിനൽ ബറാഅത്തി മിനൽ മുശ്രിക്കീൻ, അപ്പോൾ മുശ്രിക്കുകളിൽ നിന്നുള്ള ബറാഅത്ത് അനിവാര്യമാണ്. അമ്മല്ലദീന യഖൂലൂൻ, അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയുന്നവർ, മാ അലൈനാ മിൻ അഖാഇദിൻ നാസ്, ജനങ്ങളുടെ വിശ്വാസങ്ങൾ നമ്മൾ നോക്കണ്ട. മൻ ദഖല ഫി ജമാഅത്തിന വസ്വാറ മഅനാ ഫഹുവ അഖൂന, നമ്മുടെ ജമാഅത്തിൽ പ്രവേശിച്ച് നമ്മുടെ കൂടെയായവൻ നമ്മുടെ സഹോദരനാണ്. വ അഖീദത്തുഹു ലഹു, അവൻ്റെ വിശ്വാസം അവനുള്ളതാണ്, അപ്പോൾ നമ്മളതൊന്നും നോക്കണ്ട എന്ന് പറയുന്നുണ്ടല്ലോ. ഹാദിഹി ലൈസത്ത് ദഅവത്തുൻ ഇലല്ലാഹി അസ്സ വജൽ, ഇത് അല്ലാഹു അസ്സ വജലിലേക്കുള്ള ദഅവത്ത് അല്ല. വ ഇന്നമാ ഹിയ ദഅവത്തുൻ ഇലൽ ഹിസ്ബിയ്യത്തി വൽ അസബിയ്യ, അത് കക്ഷിത്വം, അസബിയത്ത്, വർഗീയത, അതിലേക്കുള്ള ക്ഷണമാണ്. അപ്പോൾ ഇനി മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമായാൽ പോരാ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പോരാ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. അപ്പോൾ നമ്മളെ കൂട്ടത്തിലാണല്ലോ എന്നതുകൊണ്ട് കാര്യം ഇല്ല. അതൊരു തരം വർഗീയതയും കക്ഷിത്വവുമാണ്, അതിൽ കാര്യമില്ല. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രധാനം. ഫഫി ഹാദിഹിൽ ആയത്തിൽ കരീമത്തി മസായിലുൻ അദീമ, അപ്പോൾ ഈ മഹത്തായ ഈ വിശുദ്ധ സൂക്തത്തിൽ, ആയത്തിൽ വലിയ മസ്അലകളുണ്ട്. അൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ മസ്അല, അന്ന ത്വരീഖത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ത്വരീഖത്ത അത്ബാഇഹി അലൽ ഹഖീഖത്തി അദ്ദഅവതു ഇലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ബാഇ, ഫോളോവേഴ്സിൻ്റെയും നബിയെ പിൻപറ്റുന്നവരുടെയും വഴി, ത്വരീഖത്ത്, രീതി എന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ജനങ്ങളെ. അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസ്അല, അന്ന മൻ ലം യദഉ ഇലല്ലാഹി വഹു യസ്തതിഉ ദഅവത ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യാൻ സാധിക്കുന്നതോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കാത്ത വ്യക്തി, ദഅവത്ത് നടത്താത്ത വ്യക്തി, ഫഇന്നഹു ലം യുഹഖിഖ് ഇത്ബാഅഹു ലിറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്ബാ ചെയ്യുക, പിൻപറ്റുക എന്നതിനെ യാഥാർത്ഥ്യവൽക്കരിച്ചിട്ടില്ല, തഹ്ഖീഖ് ചെയ്തിട്ടില്ല. ബൽ ഇത്ബാഅഹു ഫീഹി നഖ്സുൻ അദീം, പക്ഷേ അവൻ്റെ ഇത്ബാ, അവൻ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ന്യൂനത ഉണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. അൽ മസ്അലത്തു സാലിസ, മൂന്നാമത്തെ മസ്അല, വഹിയ അൽ മസ്അലത്തു ലത്തി നബ്ബഹ അലൈഹ ഷെയ്ഖ് ഫി മസായിലിഹി. ഷെയ്ഖ് റഹിമഹുല്ലാഹ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഈ വിഷയം പറഞ്ഞിട്ട് അതിൻ്റെ മസ്അലകൾ പിന്നീട് പറയുന്നുണ്ട്, അവിടേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. അതിൽ ഉണർത്തിയ മസ്അല അത്തംബീഹു അലൽ ഇഖ്ലാസി ഫി ദഅവത്തി, ദഅവത്തിൽ ഇഖ്ലാസ് വേണം എന്നതിലേക്കുള്ള ഉണർത്തല, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ്. ലിഖൗലിഹി, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞു. ഫഇന്ന ബഅദന്നാസി ഇന്നമാ യദഉ ഇലാ നഫ്സി, ചില ആളുകൾ അവൻ്റെ സ്വന്തം നഫ്സിലേക്കാണ് ക്ഷണിക്കുന്നത്. വല്ലദീ യഖ്സുദുൽ മദ്ഹു വസ്സനാഉ വകസറത്തുൽ അത്ബാഇ വകസറത്തുൽ ജമാഅത്തി വകദാ വകദാ വൽ ഫഹ്ഫഹ ഹാദാ ലാ യദഉ ഇലല്ലാഹ്. അപ്പോൾ പ്രശംസ, കീർത്തി, ആളുകൾ കുറേ ഫോളോവേഴ്സ് ഉണ്ടാവുക, കുറേ സംഘങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിൽ അവൻ അള്ളാഹുവിലേക്കല്ല ക്ഷണിക്കുന്നത്. അൽ മസ്അലത്തു റാബിഅ, നാലാമത്തെ മസ്അല, വഹിയൽ മസ്അലത്തുൽ അദീമ, അത് വലിയൊരു മസ്അലയാണ്. അന്ന ദാഇയത ഇലല്ലാഹി ലാ ബുദ്ദ അൻ യകൂന അലാ ബസീറ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തി കൃത്യമായ ഉൾക്കാഴ്ചയോടുകൂടി, അറിവോടുകൂടി ആയിരിക്കണം. മുഅഹിലൻ ബിൽ ഇൽമി അന്നാഫിയ, നാഫിയായ ഉപകാരപ്രദമായിട്ടുള്ള അറിവ് നേടിക്കൊണ്ട്, സജ്ജമായിക്കൊണ്ട്, തയ്യാറായിക്കൊണ്ട് ആയിരിക്കണം, അതിന് യോഗ്യനായിക്കൊണ്ടായിരിക്കണം. അല്ലദീ യസ്തതിഉ ബിഹി, അതുകൊണ്ട് അവന് സാധിക്കും, ആ ഇൽമ കൊണ്ട് അൻ യദഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ, അങ്ങനെയുള്ള ഇൽമ അവന് വേണം.
വയുജാദിലഹുൽ മുഅരിദീന വൽ മുആരിദീന. അതേപോലെ എതിരാളികൾ, സ്വാർത്ഥ താല്പര്യക്കാർ, സ്വാർത്ഥ താല്പര്യങ്ങളോട് ഇൻക്ലൈൻ ചെയ്ത ആളുകൾ, അങ്ങനെയുള്ളവരോട് സംവദിക്കാൻ അവന് കഴിയണം. അതിനു വേണ്ടിയിട്ട് ബിലിസാനിഹി വബിഖലമിഹി, അവൻ്റെ നാവ് കൊണ്ടും പേന കൊണ്ടും അവരുടെ തെളിവുകളെ അവൻ എന്ത് ചെയ്യണം? നിഷ്പ്രമമാക്കാൻ കഴിയണം. അദ്ദഅവതു ഇലല്ലാഹി തകുനു ബില്ലസാനി വതകുനു ബിൽഖലമി അയ്ള. അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് എന്നത് നാവ് കൊണ്ടും പേന കൊണ്ടും സാധിക്കും. വതകുനു ബിസ്സൈഫി വൽ ജിഹാദ്, അതേപോലെ വാള് കൊണ്ടും ജിഹാദ് കൊണ്ടും. എങ്ങനെ? ശത്രുക്കളെ, ഇസ്ലാമിക രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൻ്റെ ഭരണകർത്താവിൻ്റെ തീരുമാനപ്രകാരം യുദ്ധം ചെയ്യുമ്പോൾ വാൾ ഉപയോഗിക്കാം. ഇവിടെ വാൾ എന്ന് പറഞ്ഞാൽ ആയുധം എന്നുള്ള അർത്ഥത്തിലെടുക്കുക. അപ്പോൾ ഒരു പ്രബോധകനിൽ അടിസ്ഥാനപരമായിട്ടുള്ള നിബന്ധന വേണം. ബൽ അസ്ലിയായിട്ടുള്ള അവൻ ഇൽമോടുകൂടി, അറിവോടുകൂടി ആയിരിക്കണം. അമ്മൽ ജാഹിലു ഫലാ യുസ്ലിഹു ദഅവ, അറിവില്ലാത്ത പാമരൻ അവൻ ദഅവത്തിന് യോഗ്യനല്ല. വഇൻകാന ഇൻദഹു ഇബാദ, അവൻ്റെ അടുക്കൽ ഇബാദത്ത് ഉണ്ടെങ്കിലും, വഇൻദഹു വറഉൻ, അതിസൂക്ഷ്മതയുള്ള ആണ്, വഇൻദഹു തുഖ, തഖ്വണ്ട്, വഇൻദഹു ഗീറത്തുൻ അല ദീൻ, ദീനിൻ്റെ കാര്യത്തിൽ അവന് തീക്ഷ്ണത ഉണ്ട്, ഒക്കെ ഉണ്ട്. വഇൻദഹു മഹബ്ബത്തുൻ ലിദ്ദീൻ, ദീനിൽ അവന് ഇഷ്ടമുണ്ട്, പ്രേമമുണ്ട്, ഇഷ്ടമുണ്ട്. വഹാദാ ഷൈഉൻ ത്വയ്യിബ്, ഇതൊക്കെ നല്ല കാര്യമാണ്. വസിഫാത്തുൻ ത്വയ്യിബ, നല്ല വിശേഷണങ്ങളാണ്. ലാകിൻ നഖൂലു ലഹു, പക്ഷേ അവനോട് നമുക്ക് പറയാനുള്ളത് എന്താ? യാ അഖു ദഅവ ലാ യദ്ഖുലു ഫിഹാ ഇല്ലാ മൻ, ദഅവത്തിൻ്റെ സഹോദര, മൻകാന അലായിൻ ഇല്ലാ മൻകാന അലായിൻ, ഇൽമില്ലാത്ത ആൾ ദഅവത്ത് ചെയ്യാൻ പറ്റില്ല. അമ്മാ മുജറദുൽ ഖൗഫി വൽ ഖശ്യത്തി വൽ ഇബാദത്ത് വൽ വറഇ വൽ ഗീറത്തി വസ്സലാഹ്, അപ്പോൾ വെറും ഭയം, അള്ളാഹുവിലുള്ള ഭയഭക്തി, ഇബാദത്ത്, ആരാധന, അതിസൂക്ഷ്മത, ദീനുള്ള തീക്ഷ്ണത, നന്മ, ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. ഫഹാദ ഷൈഉൻ ത്വയ്യിബ്, ഇതൊക്കെ നല്ല കാര്യമാണ്. ലാക്കിൻ അൻത ലാ തുസ്ലിഹു ദഅവ, പക്ഷേ താങ്കൾ ദഅവത്തിന് യോഗ്യനല്ല. ലിഅന്നക ലസ്ത അലാ ഇൽം, കാരണം താങ്കൾക്ക് അറിവില്ല. വല്ലാഹു തആല യഖൂൽ, അല്ലാഹു തആല പറയുന്നു, അലാ ബസീറത്തിൻ, എന്താണ്? കൃത്യമായ ഉൾക്കാഴ്ചയോടുകൂടി, അറിവോടുകൂടി എന്നാണ്. യഖൂലു ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, അല്ലാഹു തആല പറയുന്നു, ഹിക്മത്തോടുകൂടി, അതായത് തത്വജ്ഞാനം, ജ്ഞാനം, അറിവ്, വിജ്ഞാനത്തോടുകൂടി ആയിരിക്കണം റബ്ബിങ്കിലേക്ക് ക്ഷണിക്കേണ്ടത്. താങ്കളുടെ റബ്ബിനെങ്കിലേക്ക് ഹിക്മത്ത് പ്രകാരം ക്ഷണിക്കുക എന്ന്. വൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഹിയ അൽ ഇൽം, അത് ഇൽമാണ്, ദീനിയായിട്ടുള്ള അറിവാണ്. ഫഅൻത ലാ തുസ്ലിഹു ദഅവ, നീ ദഅവത്തിന് യോഗ്യനല്ല. തഅല്ലം അവ്വല, ആദ്യം നീ പഠിക്ക്. ഫഇദാ തഅല്ലംത തആൽ ലിദ്ദഅവ, പഠിച്ചിട്ട് നീ എന്ത് ചെയ്യണം? പഠിച്ചാൽ പിന്നെ ദഅവത്തിന് വരിക. ഫദ്ദഅവതു ലൈസത്ത് ബിൽ മസ്അലത്തിൽ ഹയ്യിന, ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലഘുവായിട്ടുള്ള കാര്യമല്ല, ചെറിയ കാര്യമല്ല. ولذلك عندما حصل هذا الإهمال بالدعوة حصل ما ترون الآن من التفكك والتخاذل. ദഅവത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അവഗണിച്ചാൽ എന്താ സംഭവിക്കുക? അപ്പോൾ തഫക്കുക്ക്, ഛിന്ന ഭിന്നമാകലും, തഖാദുൽ, പരാജയമൊക്കെ സംഭവിക്കും ദഅവത്തിൻ്റെ വിഷയത്തിൽ. ഇത് കൃത്യമായ ഇൽമില്ല ദഅവത്തിന്. لأن الدعوة دخل فيها ما هب ودب من الجهال والمغرضين وأصحاب المطامع. കാരണം എല്ലാ മാ ഹബ്ബ ദബ്ബ എന്നൊക്കെ പറഞ്ഞാൽ ഉമൂമും ഷുമൂലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പ്രവേശിച്ചിട്ടുണ്ട്. ജാഹിലീങ്ങൾ, മൗരിലീങ്ങളൊക്കെ, അതേപോലെ അസ്ഹാബുൽ മത്താമിയ, പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ. വലാ തൻജഹു ദഅവത്തുൻ ലം യുതവഫർ ഫിഹാ അശ്ശുറൂത്തുൽ ഇലാഹിയ്യ അല്ലത്തി ഇഷ്തറതഹ അല്ലാഹു തആല. അല്ലാഹു തആല വെച്ചിട്ടുള്ള നിബന്ധനകളായിട്ടുള്ള ഇലാഹിയായിട്ടുള്ള ഷർത്തുകൾ പൂർത്തീകരിക്കാത്ത ദഅവത്ത്, പ്രബോധന പ്രവർത്തനം വിജയിക്കുകയില്ല. വലാ യബ്ഖാ ഇല്ലൽ അസ്ലഹ ദായിമൻ വ അബദ, ഏറ്റവും നല്ലത് മാത്രമേ അവശേഷിക്കൂ, അതല്ലാതെ അവശേഷിക്കൂ. വലൗ കസറത്തുൽ ജമാഅത്തു ദഅവിയ്യ, ദഅവത്തിൻ്റെ സംഘങ്ങൾ വർദ്ധിച്ചാലും ശരി, മാദാമത് അന്നഹാ ലൈസത്ത് അല ശുറൂത്തില്ലത്തി ഇഷ്തറതഹ അല്ലാഹ്, അള്ളാഹു വെച്ചിരിക്കുന്ന നിബന്ധനകൾ, ഷർത്തുകൾ പാലിച്ചുകൊണ്ടല്ലെങ്കിൽ അതൊന്നും വിജയിക്കില്ല. വൽ മൻഹജിൽ ലത്തി അല്ലദീ റസമഹു അല്ലാഹു വറസൂലുഹു, അള്ളാഹും റസൂലും വരച്ച് കാണിച്ച മൻഹജ്, അത് പ്രകാരമല്ലെങ്കിൽ. അപ്പോൾ ചില ആളുകൾ എന്താണ് ഇന്നത്തെ ദഅവത്തിൻ്റെ രീതി എന്ന് പറഞ്ഞിട്ട് സലഫ് സ്വാലിഹീങ്ങളുടെ മൻഹജിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള, അവരുടെ മൻഹജിൻ്റെ
അടിസ്ഥാനത്തോട് യോജിക്കാത്ത വിധത്തിലുള്ള ദഅവത്ത് നടത്തുന്നു. അത് പലതരത്തിലും ആളുകളിൽ തെറ്റിദ്ധാരണകൾക്കും മറ്റും ഇടയാക്കുന്നു. ഷിർക്കും ബിദ്അത്തൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അത് ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അത് പരോക്ഷമായി അവരതിനെ അനുകൂലിക്കുന്നു. അതിപ്പോൾ ഒരു അവസരമല്ലേ, നമ്മൾ അത് ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചില സദസ്സുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ആളുകൾ അതിലേക്ക് ക്ഷണിച്ച് ദഅവത്ത് എന്ന് പറഞ്ഞ് നടത്തും, ദഅവത്തിലാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചില്ലറയല്ല. അപ്പോൾ സദസ്സ് സംഘടിപ്പിക്കുന്നതും പ്രബോധന പ്രവർത്തനം നടത്തുന്നത് എല്ലാം സലഫ് സ്വാലിഹീങ്ങളുടെ മൻഹജ് പ്രകാരമായിരിക്കും. അള്ളാഹും റസൂലും കാണിച്ചു തന്ന മാർഗം അതാണ് സലഫുകൾ പിന്തുടർന്നത്. അതുതന്നെയാണ് നമുക്കും പിന്തുടരാൻ ഉള്ളത്. അപ്പോൾ എത്ര ആധിക്യമുണ്ടെങ്കിലും എത്ര ശക്തിയുണ്ടെങ്കിലും അത് വിജയിക്കുകയില്ല. മാത്രമല്ല അത് എന്തിൽ കലാശിക്കും, ആകെ കീഴ്മേൽ മറിയും, പരാജയത്തിൽ ആണ് കലാശിക്കുക. അമ്മ ഇദാകാനത്ത് മുഅസ്സസതൻ അലൽ ഇൽമി വഅലൽ ഇഖ്ലാസ് വന്നസീഹ, ഇഖ്ലാസിലും നസീഹത്തിലും ഇൽമിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ദഅവത്താണെങ്കിൽ ഫഹാദിഹി ഹിയല്ലതി തൻജഹു ബിഇദ്നില്ലാഹി വലൗ കാനത് മിൻ ഫർദിൻ വാഹിദ്, അതാണ് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം വിജയിക്കുക, അതൊരൊറ്റ വ്യക്തിയിൽ നിന്നാണെങ്കിൽ പോലും. അൽ മസ്അലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ മസ്അല, അന്ന ശിർക നഖ്സുൻ അദീമുൻ, നിശ്ചയം ഷിർക്ക് എന്നത് ഒരു വലിയ ന്യൂനത ആണ് എന്നതാണ്. യജിബു തൻസിഹുല്ലാഹി അൻഹു, അള്ളാഹു അതിൽ നിന്ന് മുക്തനാണ്, നിർബന്ധമാണ്. അള്ളാഹു അതിൽ നിന്ന് മുക്തനാണ്, നമ്മൾ അള്ളാഹു മുക്തനല്ല എന്ന രൂപത്തിൽ പ്രവർത്തിക്കരുത് എന്നാണ്. ലിഅന്ന അല്ലാഹു അസ്സ വജല്ല കാമിൽ, കാരണം അള്ളാഹു അസ്സ വജൽ സമ്പൂർണ്ണനാണ്. ലഹുൽ കമാലുൽ മുത്ലഖു, അവന് മുത്തലഖായ കമാലിയത്തുണ്ട്. ഫമൻ അശ്റക ബിഹി ഫഖദ് തുൻഖിസുഹു, അപ്പോൾ അവനെ ഷിർക്ക് ചെയ്തവൻ, അള്ളാഹുവിൽ പങ്കു ചേർത്തവൻ, അള്ളാഹുവിന് ന്യൂനത ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. വമൻ നഫാ സിഫാത്തില്ലാഹി അസ്സ വജല്ല ഔ അവ്വലഹ ഫഖദ് തുൻഖിസുല്ലാഹ അസ്സ വജൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ സിഫത്തുകളെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്തവൻ അവനും അള്ളാഹുവിൽ നഖ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല, പക്ഷേ അതുപോലെയാണ് അവൻ്റെ പ്രവർത്തന നൃത്തം. ഫൽ മുഅവ്വലതു വൽ മുശബ്ബഹതു അല്ലദീന യുശബ്ബിഹൂന അല്ലാഹ ബിഖൽഖിഹി ഔ യുഅവ്വിലൂന സിഫാത്തില്ലാഹി ഔ യുൽഹിദൂന ഫി അസ്മാഇഹി ഹൗലാഇ തുനഖ്ഖിസു അല്ലാഹ അസ്സ വജൽ. നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. വഹദാ നഖ്സുൻ യുനസ്സഹു അല്ലാഹു ജല്ല വഅല അൻഹു വമൻ വസഫഹു ബിമാ യലീഖു ബിഹി, അപ്പോൾ അള്ളാഹുവിന് യോജിക്കാത്ത സിഫത്ത് അവന് പറഞ്ഞവൻ, വിശേഷണം പറഞ്ഞവൻ, ഔ സമ്മാഹു ബിഗൈരി മാ സുമ്മിയ ബിഹി നഫ്സുഹു, അള്ളാഹു സ്വന്തം നിലക്ക് വിളിക്കപ്പെടാത്ത പേര്, പറയപ്പെടാത്ത പേര് അവന് പറഞ്ഞ വ്യക്തികൾ, അങ്ങനെ ചെയ്യുന്നവർ ഫഖദ് തുൻഖിസുഹു, അപ്പോൾ അള്ളാഹുവിൽ നഖ്സ് ഉണ്ടാക്കുകയാണ് അവർ. വമൻ ഹകമ ബിഗൈരി മാ അൻസല ഫഖദ് തുൻഖിസുഹു, അതേപോലെ തന്നെ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുന്നവൻ. വമൻ അസ അംറഹു ഔ ഇർതകബ നഹിയഹു ഫഖദ് തുൻഖിസുഹു സുബ്ഹാൻ, അപ്രകാരം തന്നെ അവൻ്റെ കൽപ്പനയെ ധിക്കരിക്കുന്നവനും അവൻ്റെ നിരോധനത്തിൽ അത് പരിഗണിക്കാതെ ആ നിരോധനം പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നവനും അതൊക്കെ അവനൊക്കെ നുക്സാൻ സംഭവിക്കും. അൽ മസ്അലത്തു സാദിസ, ആറാമത്തെ മസാല, വഹിയ മുഹിമ്മത്തുൻ ജിദ്ദ, ഇത് വളരെ വലിയ മസാലയാണ്. അൽ ബറാഅത്തു മിനൽ മുശ്രിക്കീൻ, നേരത്തെ പറഞ്ഞാൽ മുശ്രിക്കുകളിൽ നിന്നുള്ള ബറാഅത്ത്, മുക്തരാവൽ. ഫല്ലദീ യദ്ഉ ഇലല്ലാഹ് ബൽ കുല്ലു മുസ്ലിം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ, എന്നുമല്ല എല്ലാ മുസ്ലിമും. ലാക്കിനില്ലദീ യദ്ഉ ഇലല്ലാഹി മിൻ ബാബി ഔല, എന്നാൽ പ്രത്യേകിച്ച് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദഅവത്ത് നടത്തുന്ന വ്യക്തിക്ക് അത് വളരെ അധികം വേണം. എന്താ ഖുദ്വ, കാരണം അവൻ മോഡലാണ്, മാതൃകയാണ്. യജിബു അലൈഹി അൻ യതബറഅ മിനൽ മുശ്രിക്കീൻ, അവൻ മുശ്രിക്കുകളിൽ നിന്ന് തബറു ആവണം എന്നതാണ്. ലിഅന്നഹും അഅദാഉല്ലാഹ്, കാരണം അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്. വഅദാഉ റസൂലിഹി വഅദാഉൽ മുഅ്മിനീൻ, കാരണം അവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സത്യവിശ്വാസികളുടെയും ശത്രുക്കളാണ്. അപ്പോൾ ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്ന, മുസ്ലിങ്ങളോട് ശത്രുത പുലർത്തുന്ന, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്ന സത്യനിഷേധികളെ കുറിച്ചാണ് ഈ പറയുന്നത്. ലാ തത്തഖിദു അദുവ്വി വഅദുവ്വക്കും ഔലിയ, നിങ്ങളുടെയും എൻ്റെയും ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളായി, ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്നതാണ്. ഫമൻ ലം യതബറഅ മിനൽ മുശ്രിക്കീന ഫഇന്നഹു ലം യുഹഖിഖ് അദ്ദഅവത ഇല അല്ലാഹി അസ്സ വജൽ, അപ്പോൾ ഈ ഇത്തരം മുശ്രിക്കുകളുമായിട്ട് അവരിൽ നിന്ന് മുക്തരാവാത്ത, അവരിൽ നിന്ന് ഒഴിവാകാത്തവൻ അള്ളാഹു അസ്സ വജലിലേക്കുള്ള ദഅവത്തിനെ തഹഖീഖ് ചെയ്തില്ല, യാഥാർത്ഥ്യവൽക്കരിച്ചില്ല.
ഹത്താ ഇൻതസബ ഇലൈഹ, അവൻ ദഅവത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ പോലും വഹാദിഹി മസ്അലത്തുൻ അദീമ, ഇത് വലിയ ഒരു മസ്അലയാണ് എന്നതാണ്.